ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു സിനിമയും കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പുതിയ ഭക്ഷണം കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു ജാക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊന്ന് മാമിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ചക്ക മാമി തന്നായിരുന്നു. അപ്പോൾ അതാണ് ഒരു ചക്ക മീൻസ് ഈ ഒരു പീസ് തന്നായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ ചക്കയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജാം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു സിന്ദൂരി വരിക്ക ചക്കയാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ചക്കയിന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇതിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം പഞ്ചസാര ഇട്ട് പിന്നെ ഇത്തിരി ശർക്കരയും കൂടി ഇട്ട് അടിച്ചു കേട്ടോ. കാരണം പഞ്ചസാരക്കാട്ടിയും മധുരം കൂടുതലുള്ള ശർക്കരയ്ക്കാണെന്ന് എനിക്ക് തോന്നി. സോ ഇങ്ങനൊരു പരുവത്തിൽ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ സ്റ്റൗ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു പാത്രം വെക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ കുറുക്കി എടുക്കൂലേ, അതേപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് കുറുക്കണം. പിന്നെ ഇളക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് ഇളക്കുക കേട്ടോ. ഇപ്പോൾ സിമ്മിലിട്ടിട്ടാണ് ഇളക്കുന്നത്, അതെങ്കിലേ ഒരു മാതിരി വല്ലാതാവും. ഓക്കെ, ഇപ്പോൾ ഇനി ഒന്ന് വെൽ പ്രിപ്പയർഡായിട്ട് നമുക്ക് കാണാം. പിന്നെ ഇത് ഇത്രയും ചെയ്തിട്ട് മധുരം വന്നില്ല എന്ന് തോന്നിയവർ ഇത്തിരി വെള്ളത്തിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഉരുക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു സിറപ്പ്, ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ആ പ്രോസസ്സില്ല, അത് ചെയ്യണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇതിൽ നെയ്യും കൂടെ ഒഴിച്ചെടുക്കണേ. എൻ്റെയും നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് എടുത്ത് ഒഴിച്ചതെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ നെയ്യ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തായാലും കൃത്യം കൺസിസ്റ്റൻസി കിട്ടി. അപ്പോൾ ഇതിപ്പോൾ അടിപൊളി മധുരത്തിലാണ് സെറ്റായിരിക്കുന്നത്. എന്തായാലും ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാമെന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എന്താ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. എനിക്കിപ്പോൾ ജാമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല കിട്ടിയേക്കുന്നത്, ഒരു സിറപ്പ് പോലുള്ള കൺസിസ്റ്റൻസിയിലാണെങ്കിലും ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതും കൂടെ പറയാനാണ് ഞാൻ ഒന്നും കൂടെ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ.